നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ടാറ്റ സ്റ്റീൽ ടൂർണമെൻറ്റിൻ്റെ ഒന്നാം റൗണ്ടിൽ പ്രജ്ഞാനന്ദയും അബ്ദുസട്ടറോവും തമ്മിൽ നടന്ന വളരെ രസകരമായിട്ടുള്ളൊരു ഗെയിമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പാരമൗണ്ട് ചെസ്സിൻ്റെ ഒരു ഓഫർ പറയാനുണ്ട്. അതായത് നമ്മളിവിടെ മുമ്പ് അൺബോക്സ് ചെയ്തിട്ടുള്ള 15 വലിപ്പമുള്ള വിനിൽ ചെസ് സെറ്റ് ഇപ്പോൾ പകുതി വിലയ്ക്ക് വാങ്ങാൻ അവസരം വന്നിരിക്കുകയാണ്. ഓരോ പീസായിട്ട് വാങ്ങുമ്പോൾ 600 രൂപയോളം വിലയുള്ള ചെസ് സെറ്റാണ്. എന്നാൽ 50 ഒരുമിച്ച് വാങ്ങുമ്പോൾ ഇപ്പോൾ 12,600 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. ഇത് എക്സ്ട്രാ കിവിനുകൾ വരുന്ന ചെസ് സെറ്റാണ്. ഓരോ ചെസ് സെറ്റിലും 2 എക്സ്ട്രാ കിവിനുകൾ ഉണ്ടാകും. അതായത് 50 സെറ്റ് വാങ്ങുമ്പോൾ 100 കിവിനുകൾ എക്സ്ട്രാ കിട്ടും. അങ്ങനെ ഈ എക്സ്ട്രാ വരുന്ന 100 കിവിനുകൾ വേണ്ടാന്നുള്ളവർക്ക് 4,500 രൂപ വിലയുള്ള ലാമിനേറ്റഡ് വുഡൻ ചെസ് സെറ്റ് സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അത് 19 ഇഞ്ചിൻ്റെ ആണ്. വാങ്ങുന്നവർക്ക് ഈ 2 ഓഫറിൽ ഏതുവേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇത് ചെസ് ക്ലാസ് എടുക്കുന്നവർക്കും ഷോപ്പ് നടത്തുന്നവർക്കൊക്കെ ഉപയോഗപ്പെടുന്ന ഒരു ഓഫറാണ്. അല്ലാതെ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയും ഈ ഓഫർ പ്രയോജനപ്പെടുത്താം. അതായത് ഓരോ കുട്ടിയും ഓരോന്ന് വിധം വാങ്ങുന്നതിന് പകരം ആവശ്യമുള്ള 50 പേർ ചേർന്നിട്ട് ഒരുമിച്ച് വാങ്ങുകയാണെങ്കിൽ ഈ ഓഫർ പ്രയോജനപ്പെടുത്താൻ കഴിയും. നമുക്കിനി ഗെയിമിലേക്ക് പോവാം. ഈ ഗെയിമിൽ പ്രജ്ഞാനന്ദ വൈറ്റ് സൈഡും അബ്ദുസട്ടറോവും ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. പ്രജ്ഞാനന്ദ C4 മുതലാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇംഗ്ലീഷ് ഓപ്പണിംഗ് ആണ്. ബ്ലാക്ക് E5 മൂവ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ C3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ B4ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ D5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ ബിഷപ്പിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് A5 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെ പോണ് വെച്ച് സപ്പോർട്ട് ചെയ്യുന്നു. വൈറ്റ് അടുത്ത നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് E4ലെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് D6 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം ബിഷപ്പിൻ്റെ ഡയഗണലും ഓപ്പൺ ചെയ്യുന്നു. അടുത്തായിട്ട് വൈറ്റ് A3 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ C5ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് ആ ബിഷപ്പിനെതിരെ വീണ്ടും പോണ് വെച്ച് അറ്റാക്ക് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം E3 മൂവ് ചെയ്തുകൊണ്ട് D4 സ്കോറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഇനി അടുത്ത മൂവിൽ D4 ചെയ്തുകൊണ്ട് ബിഷപ്പിൻ്റെ അറ്റാക്ക് കൊടുക്കുകയാണ് ലക്ഷ്യം. ബ്ലാക്കിന് ഇപ്പോൾ വേണമെങ്കിൽ അഡ്വാൻസ് ആയിട്ട് ബിഷപ്പിനെ തിരിച്ചു കൊണ്ടുപോകാം. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പിനെ തിരിച്ചു കൊണ്ടുപോകുന്നില്ല. പകരം C6 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ വൈറ്റും ഇപ്പോൾ നൈറ്റിനോട് അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. പ്ലാൻ ചെയ്ത പോലെ തന്നെ D4 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ A7ലേക്ക് മൂവ് ചെയ്യുന്നു. അതിനുശേഷം വൈറ്റ് നൈറ്റിനെ അറ്റാക്കിൽ നിന്നും C3ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് അടുത്ത നൈറ്റിനെ D7ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വേണമെങ്കിൽ വൈറ്റിനെ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് കിങ്സിലേക്ക് കാസ്ലിംഗ് ശ്രമിക്കാം. എന്നാൽ വൈറ്റ് ഇവിടെ ക്വീൻസിലേക്കാണ് കാസ്ലിംഗ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ആദ്യം ക്വീനെ ഡെവലപ്പ് ചെയ്യാണ്. ക്വീനെ C2ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാസ്ലിംഗുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. വൈറ്റും ബിഷപ്പിനെ D2ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. അതിനുശേഷം രണ്ടുപേരും കാസ്ലിംഗ് ചെയ്യാണ്. ബ്ലാക്ക് കിങ്സിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നു. വൈറ്റ് ക്വീൻസിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോഴും ഈ പോണുകൾ തമ്മിൽ അറ്റാക്കിലാണ്. ബ്ലാക്കിന് ഇപ്പോൾ വേണമെങ്കിൽ ഈ പോണുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാം. എന്നാൽ ബ്ലാക്ക് ഇവിടെ മറ്റൊരു പ്ലാനുമായിട്ടാണ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം റൂക്കിനെ E8ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് H3 മൂവ് ചെയ്ത ശേഷം പോൺ വെച്ച് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് നൈറ്റിനെ H2ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ ക്വീൻസിലേക്കുള്ള ബ്ലാക്കിൻ്റെ പോൺ സ്ട്രക്ചർ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. ബ്ലാക്ക് ഇവിടെ ഈ C5 ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് T5 മൂവ് ചെയ്തുകൊണ്ട് വീണ്ടും ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടാണെങ്കിൽ ബ്ലാക്കിന് പോൺ വെച്ച് തിരിച്ചോട്ടാം. അതോടെ E4ലെ പോണിന് ഒരു സപ്പോർട്ട് കിട്ടുകയും C5 ഓപ്പൺ ആകുകയും ചെയ്യും. അതുകൊണ്ട് ഇപ്പോഴും വൈറ്റ് അങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം ബ്ലാക്കിൻ്റെ കിങ്സിലേക്ക് ഒരു കൗണ്ടർ അറ്റാക്കിന് ശ്രമിക്കുകയാണ്. ആദ്യം G4 മൂവ് ചെയ്യുന്നു. ഇനി അടുത്ത മൂവിൽ പോൺ വെച്ച് നൈറ്റിനൊരു അറ്റാക്ക് വരുമ്പോൾ ആ നൈറ്റിന് സേഫായിട്ട് പോകാൻ അധികം സ്ക്വയറുകളൊന്നുമില്ല. എല്ലാ സ്ക്വയറുകളും ബ്ലോക്കാണ്. തിരിച്ച് H5ലേക്ക് തന്നെ വരേണ്ടി വരും. ആ സമയത്ത് ബിഷപ്പ് വെച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ട് റൂക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യാനും കിങ്സിലേക്കുള്ള അറ്റാക്ക് സ്ട്രോങ് ആക്കുകയാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ അഡ്വാൻസ് ആയിട്ട് നൈറ്റിന് പോകാൻ സ്പേസ് ഉണ്ടാക്കുകയാണ്. പോൺ വെച്ച് പോണിനെടുത്തുകൊണ്ട് E5 സ്ക്വയർ നൈറ്റിനായിട്ട് ഫ്രീ ആക്കുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ ഈ C4ലെ പോണിന് യാതൊരു സപ്പോർട്ടും ഇല്ല. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ട പോണിനെ തിരിച്ചെടുക്കുന്നതിനായിട്ട് ബിഷപ്പ് വെച്ച് തിരിച്ചോട്ടുകയാണെങ്കിൽ ബ്ലാക്കിന് B5 ചെയ്തുകൊണ്ട് ആ ബിഷപ്പിൻ്റെ ഒരു അറ്റാക്ക് കൊടുക്കാൻ കഴിയും. ഇപ്പോൾ ബിഷപ്പ് അറ്റാക്കിൽ നിന്ന് എങ്ങോട്ട് തന്നെ മാറിയാലും ആ പോണിനെ മുന്നോട്ട് കൊണ്ടുവരാനും ക്വീൻ സൈഡ് വീക്കാക്കാനും ബ്ലാക്കിന് സാധിക്കും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ബിഷപ്പ് വെച്ച് പോണിനെ കിട്ടുന്നില്ല. പ്ലാൻ ചെയ്ത് അറ്റാക്ക് വരാൻ മുന്നോട്ട് പോയാണ്. G5 ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് നൈറ്റിനെ D5ലേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റിൻ്റെ നൈറ്റിനെതിരെ അറ്റാക്കും G5ലെ പോണിനെതിരെ ഡിസ്കവർ അറ്റാക്കും വന്നിട്ടുണ്ട്. വൈറ്റ് ഈ 2 പ്രശ്നങ്ങളും ഒരുമിച്ച് പരിഹരിക്കുകയാണ്. നൈറ്റ് വെച്ച് E4ലെ പോണിനെ എടുത്തുകൊണ്ട് G5ലെ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ആ നൈറ്റിന് ക്വീൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് റൂക്ക് പോയി ചുട്ടാൻ പറ്റില്ല. അതുകൊണ്ട് ബ്ലാക്ക് ആ നൈറ്റിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരികയാണ്. ക്വീനെ E7ലേക്ക് കൊണ്ടുവന്ന് G5ലേക്കുള്ള അറ്റാക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെ നൈറ്റിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. ഇവിടെ പ്രകാരം അടുത്തൊരു ട്രാപ്പിന് ശ്രമിക്കുകയാണ്.
ഈ അറ്റാക്കിലുള്ള നൈറ്റിനെ G3ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് G5ലെ പോണിനെ സാക്രിഫൈസ് ചെയ്യുന്നു. E4 മൂവ് ചെയ്തുകൊണ്ട് ക്വീനെതിരെ ഡിസ്കവർ അറ്റാക്ക് കൊടുക്കുകയും ഈ നൈറ്റിനെ നേടിയെടുക്കുകയാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ ക്വീൻ വെച്ച് പോണിനെ എടുക്കുന്നില്ല. പകരം B5 മൂവ് ചെയ്തുകൊണ്ട് C4ലെ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതോടൊപ്പം ബിഷപ്പിൻ്റെ ഡയഗണലും ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ബ്ലാക്കിൻ്റെ A5ലെ പോണിന് ഇപ്പോഴും സപ്പോർട്ടില്ല. എന്നാൽ ബിഷപ്പ് വെച്ച് ആ പോൺ എടുക്കുകയാണെങ്കിൽ ബ്ലാക്കിന് ഈ ബിഷപ്പിനെ മാറ്റിക്കൊണ്ട് റൂക്ക് വെച്ച് ഡിസ്കവർ അറ്റാക്ക് കൊടുക്കാനും A5 ഓപ്പൺ ചെയ്യാനും അവസരം കിട്ടും. അതുകൊണ്ട് തന്നെ വൈറ്റ് ഇപ്പോൾ ആ ഫ്രീ പോണിനെ വെട്ടിയെടുക്കുന്നില്ല. പകരം ഈ കിങ് സൈഡിലേക്കുള്ള അറ്റാക്ക് തന്നെ സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യം നൈറ്റിനെ F5ലേക്ക് കൊണ്ടുവന്ന് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ക്വീനെ E6ലേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ ക്വീൻ ഈ ലൈറ്റ് സ്ക്വയറിലേക്ക് വന്നതോടെ വൈറ്റ് ഇവിടെ അടുത്തൊരു ട്രാപ്പിന് ശ്രമിക്കുകയാണ്. ആദ്യം H4 മൂവ് ചെയ്തുകൊണ്ട് ഈ G5ലെ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതോടൊപ്പം H3 സ്ക്വയറും ബിഷപ്പിനായിട്ട് ഫ്രീ ആക്കുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ ക്വീനിന് മൂവ് ചെയ്യാനായിട്ട് അധികം സ്ക്വയറുകളൊന്നുമില്ല. ഏകദേശം എല്ലാ സ്ക്വയറുകളും ബ്ലോക്കാണ്. അതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യാണ്. C5 ചെയ്തുകൊണ്ട് D4ലെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം ക്വീനിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കുന്നു. വൈറ്റിന് ഇപ്പോൾ പോണുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പോണ വെച്ച് പോണിട്ടാണെങ്കിൽ ബ്ലാക്ക് നൈറ്റ് പോയി തിരിച്ചു വിട്ടുമ്പോൾ അറ്റാക്ക് വളരെ സ്ട്രോങ് ആവും. അതുകൊണ്ട് വൈറ്റ് പ്ലാൻ ചെയ്ത അറ്റാക്ക് തന്നെ മുന്നോട്ട് പോയാണ്. ബിഷപ്പിനെ H3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇനി അടുത്ത മൂവിൽ നൈറ്റിനെ മാറ്റിക്കൊണ്ട് ചെക്ക് കൊടുക്കുകയും ഈ ക്വീനെ നേടിയെടുക്കുകയാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. അത് മനസ്സിലായിക്കൊണ്ട് ബ്ലാക്ക് അഡ്വാൻസ് ആയിട്ട് ക്വീനെ അവിടെ നിന്ന് മാറ്റാണ്. ക്വീനെ A6ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് കിങ് സൈഡിലേക്കുള്ള അറ്റാക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. അടുത്തായിട്ട് H5 മൂവ് ചെയ്യുന്നു. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ഈ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പകരം വൈറ്റിൻ്റെ കിങ്ങുള്ള ഭാഗത്തേക്ക് കൗണ്ടർ അറ്റാക്കിന് ശ്രമിക്കുകയാണ്. B4 മൂവ് ചെയ്തുകൊണ്ട് വീണ്ടും ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടാണെങ്കിൽ ഇങ്ങനെ പോൺ വെച്ച് തിരിച്ചുവിട്ടാനും A5 പൂർണ്ണമായും ഓപ്പൺ ചെയ്യാനും അവസരം കിട്ടും. ഇപ്പോൾ പോൺ വെച്ച് ആ പോണിനെ എടുത്തില്ല എങ്കിൽ അടുത്ത മൂവിൽ B3 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ ക്വീനെതിരെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്ക് വരാനും സാധ്യതയുണ്ട്. ആ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യുന്നതിനായിട്ട് പ്രഗ്നാനന്ദ ബിഷപ്പിനെ തിരിച്ചുകൊണ്ടുവരാണ്. ബിഷപ്പിനെ F1ലേക്ക് തിരിച്ചുകൊണ്ടുവന്ന് C4ലെ പോണിനെ പിൻ ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാക്കിന് B3 ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ ബിഷപ്പിൻ്റെ സഹായത്തോടെ വൈറ്റിന് ക്വീൻ വെച്ച് ഈ C4ലെ പോൺ ഇട്ടെടുക്കാം. അല്ലാതെ പോൺ വെച്ച് A3ലെ പോൺ ഇട്ടുകൊണ്ട് ആ പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചാലും ബിഷപ്പ് വെച്ച് C4ലെ പോൺ ഇട്ടുകൊണ്ട് ക്വീനെ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം A2 സ്കോറും കൺട്രോൾ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഈ രണ്ട് അറ്റാക്കിനും ശ്രമിക്കുന്നില്ല. പകരം C പോൺ ഉപയോഗിച്ച് D4ലെ പോണിനെ ഇട്ടെടുക്കുന്നു. ഇതോടെ ബ്ലാക്കിൻ്റെ ആ ഡബിൾ ഡ് പോണെന്ന വീക്ക്നെസ് മാറിയിട്ടുകൊണ്ട് പോണുകളെല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വൈറ്റ് ഇവിടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആ സെൻറ്ററിലെ പോണ തന്നെ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ്. ബിഷപ്പ് വെച്ച് പോണിനെടുത്തുകൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ക്വീനെതിരെ അറ്റാക്ക് ആണെങ്കിലും ബ്ലാക്ക് ക്വീനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. പകരം വളരെ സ്ട്രോങ് ആയിട്ടുള്ള മറ്റൊരു മൂവാണ് ചെയ്യുന്നത്. B3 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ ക്വീനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഒരു ക്വീൻ എക്സ്ചേഞ്ചിന് വേണ്ടി ബിഷപ്പ് വെച്ച് ക്വീൻ എടുക്കാൻ പറ്റില്ല. അങ്ങനെ വിട്ടെടുക്കുകയാണെങ്കിൽ പോൺ വെച്ച് ക്വീൻ ഇട്ടുകൊണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കാം. വൈറ്റ് ഇപ്പോൾ കിങ് വെച്ച് പോൺ എടുക്കുകയാണെങ്കിൽ ഈ ബിഷപ്പ് നഷ്ടപ്പെടും. അല്ലാതെ ആദ്യം ബിഷപ്പ് വെച്ച് ബിഷപ്പിന് ഇട്ടുണ്ടെങ്കിൽ പോൺ വെച്ച് റൂക്കിനെടുത്ത ശേഷം ഈ ബിഷപ്പ് നഷ്ടപ്പെടും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് വൈറ്റ് ഇവിടെ ഒരു ക്വീൻ എക്സ്ചേഞ്ചിന് ശ്രമിക്കുന്നില്ല. ഈ അറ്റാക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെ ക്വീൻ ഉപയോഗിച്ച് പോൺ എടുക്കുന്നു. ഇതോടെ ഇപ്പോൾ നൈറ്റിനെതിരെ 2 വിസിൽ വെച്ച് അറ്റാക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ബ്ലാക്കിൻ്റെ ഭാഗത്തു നിന്നും വീണ്ടും ഒരു മികച്ച മൂവ് വരെയാണ്. നൈറ്റിനെ C5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ഈ അറ്റാക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെ ക്വീനെ A2ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്കിൻ്റെ ഭാഗത്തു നിന്നും വീണ്ടും ഒരു സ്ട്രോങ് മൂവ് വരെയാണ്. നൈറ്റിനെ D3ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ടാണെങ്കിൽ ക്വീനെ വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കാം. നൈറ്റ് അറ്റാക്കിൽ നിന്നും എങ്ങോട്ട് തന്നെ മാറിയാലും ബിഷപ്പിനെ ആ സ്ക്വയറിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു ചെക്ക് മേറ്റിന് ശ്രമിക്കുന്നതോടൊപ്പം റൂക്കിൻ്റെ ഫയലും ഓപ്പൺ ചെയ്യാം. അങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ടൊരു അറ്റാക്ക് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ട് എടുക്കുന്നില്ല. പകരം കിങ്ങിനെ ചെക്കിൽ നിന്ന് മാറ്റാണ്. കിങ്ങിനെ B1ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോഴും ബ്ലാക്കിൻ്റെ ക്വീൻ അറ്റാക്കിലാണ്. ഇനി പെട്ടെന്നൊരു ചെക്ക് കൊടുക്കാനുള്ള അവസരമില്ല. ബ്ലാക്കിൻ്റെ ഭാഗത്തു നിന്നും ഇവിടെ വീണ്ടും ഒരു ബ്രില്യൻ്റ് മൂവ് വരെയാണ്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ബ്ലാക്ക് ഒരു സാക്രിഫൈസ് ആണ് ചെയ്യുന്നത്. ബിഷപ്പ് വെച്ച് നൈറ്റിനെ വെട്ടിയെടുത്തുകൊണ്ട് ക്വീനെ സാക്രിഫൈസ് ചെയ്യുന്നു. എന്നാൽ ഇതൊരു ക്വീൻ സാക്രിഫൈസ് അല്ല, ഒരു ക്വീൻ എക്സ്ചേഞ്ച് ആണ്. വൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യാണ്. ബിഷപ്പ് വെച്ച് ക്വീൻ ഇട്ടെടുക്കുന്നു.
ബ്ലാക്ക് അടുത്ത മൂവിൽ തന്നെ ക്വീനെ തിരിച്ചെടുക്കുകയാണ്. നൈറ്റിനെ B4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഡിസ്കവേർഡ് ചെക്ക് കൊടുക്കുന്നു. കിങ് ചെക്കിൽ നിന്നും മാറിയ ശേഷം നൈറ്റ് വെച്ച് ക്വീനോട്ട് വന്നു. വൈറ്റ് കിങ് വെച്ച് തിരിച്ചുവിട്ടുന്നു. അതിനുശേഷം പോണുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ആണ്. പോൺ വെച്ച് പോണിനോട്ട് വന്നു. വൈറ്റ് പോൺ വെച്ച് തിരിച്ചുവിട്ടുന്നു. ബ്ലാക്ക് നൈറ്റ് വെച്ച് പോണിനോട്ടിക്കൊണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റിനിപ്പോൾ ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ടാൻ പറ്റില്ല. അങ്ങനെ ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ടാണെങ്കിൽ ബിഷപ്പ് വെച്ച് തിരിച്ചുവിട്ടുമ്പോൾ G5 പോണിനെതിരെയും ബിഷപ്പിനെതിരെയും ഒരുമിച്ച് അറ്റാക്ക് വരും. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം റൂക്കിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാണ്. റൂക്കിനെ C1ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് റൂക്കിനെ B8ലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ എപ്പോഴും ഈ A5 പോണിന് യാതൊരു സപ്പോർട്ടും ഇല്ല. വൈറ്റ് ബിഷപ്പ് വെച്ച് ആ പോണിട്ട് എടുക്കുന്നു. ബ്ലാക്ക് നൈറ്റിനെ C2ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് A1 സ്ക്വയർ കൂടെ കൺട്രോൾ ചെയ്യുന്നു. ഇനി അടുത്ത മൂവിൽ ബിഷപ്പ് വെച്ച് ഇങ്ങോട്ട് ചെക്ക് വരാനും കിങ് B1ലേക്ക് മൂവ് ചെയ്യുമ്പോൾ നൈറ്റ് വെച്ച് A3 പോണിനെ കൂടെ വെട്ടിയെടുക്കുകയാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. ഈ B2 പോൺ റൂക്കിൻ്റെ പിന്നിങ്ങിലായത് കാരണം പോൺ വെച്ച് ആ നൈറ്റിനോട്ട് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് വൈറ്റ് അഡ്വാൻസ് ആയിട്ട് ഈ ചെക്ക് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ബിഷപ്പിനെ C4ലേക്ക് കൊണ്ടുവന്ന് ഈ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു. ബ്ലാക്ക് അടുത്ത ബിഷപ്പിനെ D4ലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ ഈ B2 പോണിനെതിരെ 2 പീസ് വെച്ച് അറ്റാക്ക് വന്നിട്ടുണ്ട്. വൈറ്റ് ആ പോണിനെ അറ്റാക്കിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് B3 മൂവ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്കിൻ്റെ ഭാഗത്തു നിന്നും വീണ്ടും ഒരു സ്ട്രോങ് മൂവ് വരെയാണ്. റൂക്കിനെ C8ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ഈ മൂവ് വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ വൈറ്റ് ഇവിടെ വളരെയധികം ശ്രദ്ധിക്കണം. വൈറ്റ് ഇപ്പോൾ ഈ ബിഷപ്പിനെ ഇവിടെ നിന്ന് ഒഴിവാക്കുന്നതിനായിട്ട് നൈറ്റ് വെച്ച് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കിന് ഈ ബിഷപ്പിനെ ഇവിടെ നിന്ന് അറ്റാക്കിൽ നിന്ന് മാറ്റേണ്ട ആവശ്യമില്ല. പകരം റൂക്ക് വെച്ച് C4 ബിഷപ്പിനെ ഇട്ടെടുത്താൽ മതി. ഇപ്പോൾ നൈറ്റ് വെച്ച് ബിഷപ്പിനെ ഇട്ടാണെങ്കിൽ റൂക്ക് വെച്ച് തിരിച്ചോട്ടാം. അല്ലാതെ പോൺ വെച്ച് റൂക്കിനോട്ട് എടുക്കുകയാണെങ്കിൽ റൂക്ക് B2ലേക്ക് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആവും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഇപ്പോൾ നൈറ്റ് വെച്ച് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാൽ റൂക്ക് വെച്ച് ആ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്താലും അതേ അവസ്ഥ തന്നെയാണ്. ബ്ലാക്കിന് റൂക്ക് വെച്ച് ബിഷപ്പിനോട്ട് എടുത്തുകൊണ്ട് ആ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും. ഇവിടെയും പോൺ വെച്ച് റൂക്കിനോട്ടാണെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആവും. എന്നാൽ ഇവിടെ വൈറ്റിൻ്റെ ഭാഗത്തുനിന്നും വളരെ മികച്ചൊരു മൂവാണ് വരുന്നത്. റൂക്കിനെ F1ലേക്ക് കൊണ്ടുവന്ന് F5 ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ C2 നൈറ്റിന് ആ ബിഷപ്പിൻ്റെ സപ്പോർട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ സപ്പോർട്ട് ഒഴിവാക്കൊണ്ട് ആ ബിഷപ്പിന് വേറെ അങ്ങോട്ടെങ്കിലും പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇപ്പോൾ F7 പോണെതിരെ ബിഷപ്പ് വെച്ച് അറ്റാക്ക് ഉണ്ട്. ആ ബിഷപ്പ് വേറെ അങ്ങോട്ടെങ്കിലും മാറുകയാണെങ്കിൽ ഒരു ചെക്കോട് കൂടി ആ പോണിനെ വിട്ടെടുക്കാനുള്ള അവസരം കിട്ടും. ബ്ലാക്ക് ഈ 2 പ്രശ്നങ്ങളും വളരെ മികച്ച രീതിയിൽ തന്നെ സോൾവ് ചെയ്യുകയാണ്. നൈറ്റിനെ E3ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം വൈറ്റിൻ്റെ റൂക്കിനെയും ബിഷപ്പിനെയും ഫോർക്കും ചെയ്യുന്നു. വൈറ്റിനിപ്പോൾ ഈ റൂക്കിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. ഇങ്ങനെ റൂക്കിനെ മാറ്റിക്കൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുകയാണെങ്കിൽ ബ്ലാക്കിനെ നൈറ്റ് വെച്ച് ആ ബിഷപ്പിനെ ഇട്ടെടുക്കാം. ഇപ്പോൾ അടുത്ത ബിഷപ്പിൻ്റെ ഒരു അറ്റാക്കാണ്. വൈറ്റിനിപ്പോൾ റൂക്ക് വെച്ചോ പോൺ വെച്ചോ ആ നൈറ്റിനെ ഒട്ടാൻ പറ്റില്ല. പോൺ വെച്ച് ഇട്ടെടുക്കുകയാണെങ്കിൽ റൂക്ക് B2ലേക്ക് വന്ന് ഇങ്ങനൊരു ഫോർക്കും ചെക്ക് വരികയും വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ആകുകയും ചെയ്യും. അല്ലാതെ റൂക്ക് വെച്ച് വെട്ടിയാലും റൂക്ക് വെച്ച് തിരിച്ചു വെട്ടും. അപ്പോഴും പോൺ വെച്ച് വെട്ടാൻ പറ്റില്ല. വെട്ടുകയാണെങ്കിൽ നേരത്തെ കണ്ട അതേ ഫോർക്ക് ചെക്ക് തന്നെ വരും. കിങ് ചെക്കിൽ നിന്ന് മാറുമ്പോൾ റൂക്ക് വെച്ച് നൈറ്റിനെ വെട്ടിക്കൊണ്ട് ഡിസ്കവേർഡ് ചെക്ക് വരും. അപ്പോൾ വേറെ അങ്ങോട്ടേക്ക് മാറാൻ പറ്റില്ല. ബിഷപ്പ് വെച്ച് തന്നെ ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ആ സമയത്ത് ബിഷപ്പ് വെച്ച് ബിഷപ്പ് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങളുള്ളതുകൊണ്ട് വൈറ്റ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുകയാണ്. റൂക്ക് വെച്ച് ബിഷപ്പിനെ വിട്ടെടുത്തുകൊണ്ട് റൂക്കിനെ സാക്രിഫൈസ് ചെയ്യുന്നു. അതൊരു എക്സ്ചേഞ്ച് സാക്രിഫൈസ് ആണ്. ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്. നൈറ്റ് വെച്ച് റൂക്കിനെ ഇട്ടെടുക്കുന്നു. ഇവിടെ എപ്പോഴും ഈ ഡയഗണലിലേക്ക് ബിഷപ്പിന് കൺട്രോൾ ഉണ്ട്. വൈറ്റ് ആ അറ്റാക്ക് സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുകയാണ്. G6 കൊണ്ട് ആ പോണിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. ബ്ലാക്ക് പോൺ വെച്ച് പോണിനോട്ടുന്നു. വൈറ്റ് പോൺ വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് അതേ അറ്റാക്ക് തന്നെ വീണ്ടും കൊടുക്കുന്നു. ഇവിടെ ബ്ലാക്ക് മറ്റൊരു മികച്ച മൂവ് ചെയ്യാണ്. നൈറ്റിനെ D6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ സംരക്ഷിക്കുന്നതോടൊപ്പം ബിഷപ്പിനെതിരെ അറ്റാക്കും കൊടുക്കുന്നു. വൈറ്റ് ഇവിടെ വീണ്ടും വളരെ സ്ട്രോങ് ആയിട്ടൊരു അറ്റാക്ക് കൊടുക്കുകയാണ്. പോൺ വെച്ച് പോണിനെടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ നൈറ്റ് വെച്ച് പോണിട്ടുകയാണെങ്കിൽ ആ നൈറ്റ് ഈ ബിഷപ്പിൻ്റെ പിന്നിങ്ങിലാവും. അല്ലാതെ ഇപ്പോൾ കിങ്ങിനെ H8ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നൈറ്റിനെ F3ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കാൻ അവസരം കിട്ടും. ബ്ലാക്കിന് ഇപ്പോൾ എന്തായാലും ആ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല. ബിഷപ്പിനെ എങ്ങോട്ടേക്കെങ്കിലും മൂവ് ചെയ്യുകയാണെങ്കിൽ റൂക്ക് വെച്ച് ചെക്ക് വരികയും വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ആകുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ കിങ്ങിനെ H8ലേക്ക് മൂവ് ചെയ്യുന്നില്ല. പകരം F8ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ ബ്ലാക്കിൻ്റെ കിങ്ങും നൈറ്റും ഒരേ ഡയഗണലിലേക്ക് വന്നിരിക്കുകയാണ്. വൈറ്റ് ആ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ബിഷപ്പിനെ B4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട്
ആ നൈറ്റിനെ പിൻ ചെയ്യുന്നു. ഇവിടെ ബ്ലാക്കിൻ്റെ ഭാഗത്തു നിന്നും ഒരു ബ്രില്യൻ്റ് മൂവ് വരെയാണ്. റൂക്ക് ഉപയോഗിച്ച് ബിഷപ്പിനോട്ട് എടുത്തുകൊണ്ട് റൂക്കിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസ് ചെയ്യാനാണ്. വൈറ്റിന് അത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരെയാണ്. പോണ് വെച്ച് റൂക്കിനിട്ടെടുക്കുന്നു. ഇതോടെ എ ഫയൽ പൂർണ്ണമായും ഓപ്പൺ ആയിട്ടുണ്ട്. ബ്ലാക്കിൻ്റെ ബിഷപ്പിന് ഈ ഡയഗണിലേക്ക് കൺട്രോളും ഉണ്ട്. ഇപ്പോൾ തന്നെ റൂക്ക് ഉപയോഗിച്ച് ചെക്ക് കൊടുക്കുകയാണെങ്കിൽ കിങ്ങിന് B1 മൂവ് ചെയ്യാനും അതിനുശേഷം C2 വഴി രക്ഷപ്പെടാനുള്ള അവസരം കിട്ടും. അതുകൊണ്ട് ബ്ലാക്കിൻ്റെ ഭാഗത്തുനിന്ന് അടുത്തൊരു ബ്രില്യൻ്റ് മൂവ് വരെയാണ്. നൈറ്റിനെ B5 മൂവ് ചെയ്തുകൊണ്ട് A3 സ്കോറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഇപ്പോൾ ഇതൊരു നൈറ്റ് സാക്രിഫൈസ് ആണെങ്കിലും വൈറ്റിനത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഈ റൂക്ക് നഷ്ടപ്പെടും. ഇനി അടുത്ത മൂവിൽ റൂക്ക് ഉപയോഗിച്ച് ചെക്ക് കൊടുക്കുകയും കിങ് ചെക്കിൽ നിന്ന് മാറുമ്പോൾ നൈറ്റിനെ A3 കൊണ്ടുവന്ന് ഈ 2 സ്ക്വയറുകളും ഒരുമിച്ച് കൺട്രോൾ ചെയ്യുകയാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. പിന്നീട് തുടർച്ചയായിട്ടുള്ള ചെക്കുകളിൽ നിന്ന് വൈറ്റിന് രക്ഷപ്പെടാൻ പറ്റില്ല. വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ആവും. അതുകൊണ്ട് വൈറ്റ് ഇവിടെ അഡ്വാൻസ് ആയിട്ട് കിങ്ങിനോട് മാറ്റിയാണ് കിങ്ങിനെ B1 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് നൈറ്റിനെ A3 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ചെക്കുമാണ്. C2 സ്കോറിലേക്കും ആ നൈറ്റിന് കൺട്രോൾ ഉണ്ട്. ഈ ഡയഗണൽ മുഴുവൻ ബിഷപ്പിൻ്റെ കൺട്രോളിലാണ്. അതുകൊണ്ട് ഇപ്പോൾ കിങ്ങിന് മൂവ് ചെയ്യാൻ ഒരു സ്ക്വയറേ ഉള്ളൂ. കിങ്ങിനെ A2 മൂവ് ചെയ്യുന്നു. ഇപ്പോൾ നൈറ്റിനെതിരെ അറ്റാക്കാണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇവിടെ വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പോൾ ആ നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് റൂക്കിനെ A3 കൊണ്ടുവരുന്നത് നല്ല മൂവല്ല. അങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണെങ്കിൽ വൈറ്റിന് ബിഷപ്പ് വെച്ച് ആ റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കാനും ഈ റൂക്കിൻ്റെ ഫയൽ ഓപ്പൺ ചെയ്യാനും അവസരം കിട്ടും. ഇതോടെ ബ്ലാക്കിൻ്റെ 2 പീസുകൾ ഒരേ സമയം അറ്റാക്കിലാവും. ഇപ്പോൾ ഈ നൈറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ റൂക്കിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ അടുത്ത 3 മൂവിൽ ചെക്ക്മേറ്റ് ആണ്. ആദ്യം റൂക്ക് C8 ഒന്ന് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ. E7 മാറേണ്ടി വരും. ആ സമയത്ത് പോണിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ചെക്ക് വരും. ഇവിടെയും ഒരു ഓപ്ഷനേ ഉള്ളൂ. കിങ്ങിന് D7 മാറേണ്ടി വരും. ഈ സമയത്ത് കിങ്ങിന് വെച്ച് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഇങ്ങനൊരു വലിയ പ്രശ്നം ഈ അറ്റാക്കിൻ്റെ പുറകിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റൂക്ക് വെച്ച് ആ നൈറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ബ്ലാക്കിൻ്റെ ഭാഗത്തു നിന്നും അടുത്തൊരു ബ്രില്യൻ്റ് മൂവ് വരെയാണ്. അറ്റാക്കിലുള്ള നൈറ്റിനെ C2 മൂവ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യം റൂക്ക് A8 ഒന്ന് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ കിങ്ങിനെ മാറ്റണം, അല്ലെങ്കിൽ ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യണം. ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ബിഷപ്പിനെ വിട്ട് വീണ്ടും ചെക്ക് വരും. അപ്പോൾ എന്തായാലും കിങ്ങിനെ മാറ്റേണ്ടി വരും. ആ സമയത്ത് റൂക്ക് A1 ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. ഇവിടെ ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും അടുത്ത മൂവിൽ റൂക്ക് വെച്ച് ചെക്ക് വരികയും നേരത്തെ പറഞ്ഞ അതേ ചെക്ക്മേറ്റിന് സംഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് വൈറ്റ് വീണ്ടും അഡ്വാൻസ് ആയിട്ട് കിങ്ങിനോട് മാറ്റാണ്. കിങ്ങിനെ B1 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ A3 തന്നെ കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ഇവിടെ രണ്ടുപേരും വേറെ എന്തെങ്കിലും മൂവ് ചെയ്യുകയാണെങ്കിൽ വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ആകും എന്ന അവസ്ഥയാണ്. വൈറ്റ് കിങ്ങിനെ A2 തന്നെ വീണ്ടും കൊണ്ടുവന്നു. ബ്ലാക്ക് നൈറ്റിനെ C2 തന്നെ തിരിച്ചു കൊണ്ടുവരുന്നു. ഇങ്ങനെ മൂവുകൾ 3 പ്രാവശ്യം ആവർത്തിച്ചതോടെ ഗെയിം സമനിലയിൽ അവസാനിക്കുകയായിരുന്നു. സമനിലയെങ്കിലും 2 ഭാഗത്തു നിന്നും വളരെ മികച്ച മൂവുകളുള്ള വളരെ നല്ലൊരു ഗെയിം തന്നെയായിരുന്നു. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.